പല്ലിനേക്കകത്ത് എനിക്ക് കിട്ടുന്ന ഒരു പീസുകളെ ഇതെന്തുവാണ് ഈ തിരിച്ചിട്ടിരിക്കുന്നത്? ഞാനോ കാറോ? ദൈവമേ, പഴയതുപോലെ അബദ്ധം പറ്റല്ലേ. ഒന്നാമത് മൊത്തത്തിൽ എല്ലാം പടിവാളിരിക്കുക. കോമളം എന്താ കണവാ? കണവയോ? ഈ കണവാണെന്ന് കണ്ട് പറഞ്ഞ ഒരു മീന്റെ പേരല്ലേ? കണവേന്ന് വെച്ചാലേ ഭർത്താവ് എന്നർത്ഥം. ഓഹോ, അപ്പൊ ചാളാന്ന് വെച്ചാ ഭാര്യ എന്ന അർത്ഥം. ഈ ചേട്ടന്റെ ഒരു കാര്യം, ഈ കോമളത്തിന്റെ വേറൊരു കാര്യം. ദാ പാല്. തപാലോ? ഈ പാതിരാത്രിക്കോ? തപാലല്ല, ദാ പാലെന്ന്. താന്ന് എന്തൊരു മധുരവാ. ചേട്ടൻ വിത്തൗട്ടാണോ? ആവശ്യമില്ലാത്ത പറയരുത് പെണ്ണെ, ഞാൻ വിത്തൗട്ടൊന്നുമല്ല, പറഞ്ഞ കേട്ടല്ലോ. ചേട്ടാ, താലി കെട്ടുന്ന സമയത്തെ ചേട്ടൻ എന്തെന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത്? എന്തോന്ന്? താലി കെട്ടുന്ന സമയത്ത് എന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത് എന്തെന്ന്? എടി, ട്രെയിന് തലവെക്കാൻ പോകുമ്പോ വരുന്നത് നേത്രാവതിയാണോ കുർള എക്സ്പ്രസ് ആണോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മിണ്ടതില്ല, പോവും. അയ്യോ പിണങ്ങല്ലേ എന്റെ പൊന്നല്ലേ, ഒരുപാട് പ്രതീക്ഷകളുള്ളതാ. പിണങ്ങി പോവല്ലേ എന്റെ പഞ്ചാരയല്ലേ, എന്റെ ചക്കരയല്ലേ, അയ്യോ എന്റെ തേനല്ലേ, അയ്യോ എന്റെ കൽക്കണ്ട ഖനിയല്ലേ. ഓ, ഈ ഡയലോഗ് ഒക്കെ ഒന്ന് പയ്യെ പറ. അതെന്തേട്ടാ? വല്ല ഉറുമ്പും കേട്ടാ നമ്മളെ വെച്ചേക്കൂല. പിന്നെ ഇത്രയും നാൾ എന്താ കല്യാണം കഴിക്കാഞ്ഞേ? ചൊവ്വാദോഷമായിരുന്നേ. ആണോ? ചേട്ടനൊന്നും വിശ്വാസമില്ല? ചൊവ്വയി മാത്രമല്ല ഉള്ളൂ ദോഷം, ബാക്കി ബുധനും വ്യാഴവും വെള്ളിയൊക്കെ ഇങ്ങനെ ഫ്രീയായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയല്ലേ. ചേട്ടാ, അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെയാ? അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ പേര് മിണ്ടല്ലേ. എന്താ? നിനക്കറിയാവോ, എന്റെ അമ്മ കാരണമാണ് എന്റെ ആദ്യരാത്രി കുളവായതും. അതുകൊണ്ടാണ് ഞാൻ ഒരു 10-15 കിലോമീറ്റർ മാറി ഈ റബ്ബർ എസ്റ്റേറ്റ് കോളനിയിൽ ആര് ശല്യപ്പെടുത്താത്തടുത്ത് വന്ന് വീട് വെച്ച് അവിടെ വന്ന് ആദ്യരാത്രി ആഘോഷിക്കുന്നത്. ആണ്ടാ സത്യം. ഹലോ ഹലോ, ആരാ? മോനെ, അമ്മയാടാ. അമ്മയാണോ? അയ്യോ, എന്താ അമ്മ, എന്ത് പറ്റുവാ? മോൾ ഇവിടെ അടുത്തോണ്ടമ്മ. എന്താ നീ എന്തെടുക്കോടാ? ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്ത് മോനെ, പനി വല്ലതും ഉണ്ടോടാ? പനിയില്ല. അമ്മ ചേച്ചി ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? ഈ ചൂടുവെള്ളം കാണുമല്ലേ കളതി. ഞാനൊരു 10-15 കിലോമീറ്റർ മാറിപ്പോയി താമസിക്കുന്നത്. അപ്പൊ അവിടെയും ചൂടുവെള്ളം. ഇതിനു വേണ്ടി ചൂടുവെള്ളം ഇവിടെ ആര് തിളപ്പിച്ചിട്ടിരിക്കുന്നു? അമ്മച്ചി വലിയൊരു അണ്ടാവിനകത്ത് തിളപ്പിച്ചിട്ടിരിക്കുന്നതാ. അയ്യോ, എന്നാ അതിനകത്തോടെ അടുത്തങ്ങ് ചാട്. അയ്യോ, നിന്റെ അമ്മച്ചി കറുത്തു പോത്തില്ലയോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലേ സിംഗപ്പൂർ മദാമയാണെന്ന്. സിംഗപ്പൂർ മദാമേ, ഹൗ ആർ യു, വാട്ട് യു വാണ്ട്? മേലായി ഫോണിൽ വിളിച്ചു പോകരുത്, പറഞ്ഞ കേട്ടല്ലോ. നിനക്കറിയാവോ എന്താ ഈ ലോകത്ത് എന്റെ അമ്മ ചൂടുവെള്ളം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ സുധാകരൻ എന്ന് 2 പിള്ളേരുടെ തന്തയായന്. എന്റെ ആദ്യത്തെ ഭാര്യ കുസുമം ആദ്യരാത്രി നടക്കാത്തോണ്ട് വേറൊരുത്തനുമായിട്ട് ഇറങ്ങി അങ്ങ് പോയി. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. സുധാകരൻ സ്വീകരിച്ചില്ല. അതെന്താ? ഈ പൊട്ടിയ ചെമ്പിൽ ബിരിയാണി വെച്ചിട്ട് എന്ത് ചെയ്യാന്? ഇതേ നോക്കിയേട്ടാ, ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഓർത്ത് എന്റെ ചേട്ടൻ വിഷമിക്കേ വേണ്ട. ഞാനേ ഒരു മഹാലക്ഷ്മിയാണ്. ഞാൻ ഈ വീട്ടിൽ വലുതാല് വെച്ച് കയറിയതിനു ശേഷം നമ്മളെ ശല്യം ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു. നീ വലതുകാലത്ത് കുത്തിയതിനു ശേഷം നമ്മുടെ ശല്യപ്പെടുത്താൻ ആരും വന്നിട്ടില്ല. അതും ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന പഴയതുപോലെ 8ന്റെ പണി കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കോമളം. കോവളോ? കോവളമല്ല, ശംഖുമുഖം. എടി എന്റെ കോമളം. എന്റെ സുധാകരേട്ടാ, ഇവിടെയോരോ മാംസപുഷ്പം ഇണയെ തേടും രാവിൽ നഗ്നയ ഭൂമിയെ തട്ടുടുപ്പിക്കുക. ആരെന്നറിയാമേല ഈ സമയത്ത് സുധാര മരിക്കാൻ കിടക്കാൻ നമ്മൾ അമ്മൂമ്മയ്ക്ക് ഒരു ആഗ്രഹം. അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണാൻ. ആർക്ക്? അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മയ്ക്കോ? അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അമ്മൂമ്മയെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? പൊടിയാ, കൊണ്ടുപോടാ. ആശുപത്രി കിടക്കുന്ന അമ്മമ്മയ്ക്ക് അവസാനമായിട്ടൊരാഗ്രഹം എന്നെ ഒന്ന് കാണണമെന്ന്. ഈ നിൽക്കുന്ന അമ്മമ്മയ്ക്ക് പോത്തുപോലത്തുള്ള 2 മക്കളുണ്ട്. അവരെ ആരെയും കാണണ്ട തള്ളക്ക് എന്നെ തന്നെ കാണണം. അയ്യോ, അതിലൊരു പോത്തല്ല വന്നിരിക്കുന്നേ. പോത്തഞ്ഞു വാ.
അമ്മമ്മോ മക്കളെ എന്ത് പറ്റി? ഒട്ടും വയ്യ. ഇന്നലെയും ഞാൻ ആശുപത്രി വന്നില്ലായിരുന്നു ഒരു കെട്ട് മുറുക്കാനുമായിട്ട്. വന്നായിരുന്നു. അപ്പൊ എന്നെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഇന്നും കൂടെ വന്ന് കാണാൻ എനിക്ക് കൊമ്പ് വല്ലതും മുളച്ചോ? എടാ എന്റെ പൊന്നു മക്കളെ, അമ്മാമയ്ക്ക് ഇനി അവസാനായിട്ട് ഒരാഗ്രഹം മാത്രമേ ഉള്ളു. മായാമോഹിനി കാണുന്നു. അതല്ല, പിന്നെ മരിക്കുന്നെങ്കിൽ നിന്റെ മണ്ണിൽ തന്നെ എന്നെ അങ്ങ് അടക്കണേ. മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ തന്നെ ഞാൻ അടക്കിക്കോളാം. ഈ 5 സെന്റ് പുരയിടത്തിൽ. മനസ്സിലായില്ലേ? ആദ്യം ഈ വീട്ടിലൊരു വയറുകാണൽ ചടങ്ങ് നടക്കട്ടെ. ഒരു വയറുകാണൽ ചടങ്ങൊക്കെ നടക്കട്ടെ. എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? എത്ര തലമുറ കണ്ട്? അമ്മാമ മൊത്തത്തിൽ 3 തലമുറ കണ്ട്. 3 തലമുറ കണ്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു തലമുറ ഈ സുധാകരൻ ഒന്ന് കണ്ടോട്ടെ. അല്ലെങ്കിലേ വംശനാശം വന്നില്ലാതായിപ്പോ തീരും. ഇതോടുകൂടി ഈ സമ്പാദിച്ചു വയസ്സാക്കാർക്കെങ്കിലും കൊടുക്കട്ടെ. ശരി അമ്മ, ആശുപത്രിയിലോട്ട് പോ. മക്കളെ വരാൻ പറ. ആരോട്? നിന്റെ പെണ്ണിന്റെ അടുത്ത്. കണ്ടാ, അനുഗ്രഹം തരാനും കണ്ട് ആശുപത്രി ഓടിപ്പടച്ച് വന്നതാ. അനുഗ്രഹം കൊടുക്കാൻ വന്നില്ല. അനുഗ്രഹം കൊടുക്കാനാ? പിന്നെ അതിനൊന്നുമല്ല, എനിക്ക് ആശുപത്രി കൂട്ടിരിക്കാൻ. അല്ലെങ്കിൽ അടുപ്പി വെച്ചാൽ കൊന്നുകളെ പറഞ്ഞില്ല. എന്തോ പറയാനെന്ന് നോക്കണം. ഒരേ ശല്യങ്ങൾ ഇവിടെ. ഇറങ്ങടാ കൂത്തേ. ഇങ്ങനെ നടക്കുക. സ്വസ്ഥത തരില്ല. ഞാൻ സത്യമംഗലം കാട്ടിൽ പോയി താമസിച്ചാൽ അവിടെയും വരും. അപ്പൂപ്പനും അമ്മയും കൊച്ചുമോനും വല്യമോനും എല്ലാം കൂടെ. സുധാകരൻ മനസ്സറിഞ്ഞു പറയുന്നു, എന്റെ ആദ്യരാത്രി ശല്യപ്പെടുത്താൻ വന്ന ഈ അമ്മമ്മ ആശുപത്രിയിൽ എത്തില്ല. അതിനു മുമ്പേ തട്ടിപ്പോയിരിക്കും. വേറെ ആരും വന്നത്? നിങ്ങളുടെ അമ്മാമ്മയല്ലേ വന്നത്? അയ്യോ കുമ്മാമ, പെൻഷൻ കാശ് കിട്ടുമ്പോ കുമ്മാമയുടെ മുഖം ഒന്ന് കാണണം. തക്കാളിപ്പെട്ടി പോലെ ഈ വീരിക്കിങ്ങനെ ഇരിക്കും കുമ്മാമ. പാവം അമ്മാമ്മയ്ക്ക് ഭയങ്കര വലിവായിരുന്നു. നല്ല വലിവാ. 1.5 കിലോ അരിയുടെ ചോറൊക്കെ ഒറ്റയിരിപ്പി തട്ടുന്ന അമ്മാതിരി വലിവാ കളവിക്ക്. ചേട്ടാ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ശരിയാ. എന്റെ സ്മോൾ കുട്ടി പറ, എന്റെ നെപ്ലസ് എങ്ങനുണ്ട്? നെപ്ലസ് ഡിഗ്രിക്കാരിയാണെന്നാണോ ഞാൻ നാട് മൊത്തം വളപ്പി വെച്ചിരിക്കുന്നത്? ഡിഗ്രിയാണെന്ന്. അതിനിടയ്ക്ക് നെപ്ലസ് കുപ്ലസ് എന്നൊക്കെ പറഞ്ഞാല് ആരെങ്കിലും കേട്ട എനിക്കല്ല എന്റെ നാണക്കേട്. പറയുമ്പോ അക്ഷരസ്ഫുടത വേണം. നെപ്ലസ് അല്ല, പിന്നെ നിക്കോളാസ്. ചേട്ടാ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? മോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു, നേരം വെളുപ്പിക്കാതിരുന്നാ മതി. ഇല്ല, നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാകാനാണോ ആഗ്രഹം അതോ പെണ്ണാകാനാണോ ആഗ്രഹം? ഏതായാലും എന്റേതാവണമെന്നാണ് എന്റെ ആഗ്രഹം. പോവിടുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാണെങ്കിൽ അവൻ ആര് കേട്ടാലും ഞെട്ടുന്ന ഒരു പേരിടണം. എന്നാ നമുക്ക് ബോംബെന്ന് ഇട്ടാലോ? അതല്ലെന്ന്, നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു പേര്. എന്നാ ബനിയനെന്നിടാം. അതാകുമ്പോ നെഞ്ചോട് ചേർന്നാ കിടന്നോളൂ. ഊരായിരുന്നാ മതിയല്ലോ. ചേട്ടന്റെ ഒരു കാര്യം. ഈ കോമളത്തിന്റെ രണ്ടാമത്തെ വേറൊരു കാര്യം, അത് ഒരു സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. എന്റെ കോമളം, എന്റെ സുധാകരേട്ടാ. അങ്ങനെ ഇവിടെയോരോ പുഷ്പവും ഇണയെത്തേടും രാവേ നഗ്നയ ഭൂമി. എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ വല്ല ജയിലിലും പോകുമ്പോൾ ആരെന്നറിയാമോ ഈ സമയത്ത്? എന്തുവാടാ നേരത്തെ നിന്റെ റേഡിയോ സ്റ്റേഷൻ? എന്താ മോനെ? ഈ ആൽമരം പോലെ ഇരിക്കുന്ന നീ എന്തിനാടാ റോസാപ്പൂ പറിക്കാൻ പോയത്? ആരോടും പറയത്തില്ല, നീ പറയാം. ഞങ്ങളുടെ സ്കൂളില് ബിന്ദുവിന് കൊടുക്കാനാ. കണ്ടോടി, മുട്ടയെന്ന് വിരിയുന്നതിന് കൂടെ പഠിക്കുന്ന പെണ്ണുമായിട്ട് അവന് പ്രേമം. അയ്യോ, കൂടെ പഠിക്കുന്നൊന്നും അല്ല. അയ്യോ, പിന്നെ ആരാണത്? എന്റെ ക്ലാസ് ടീച്ചറാ ബിന്ദു. ഇന്ന് ക്ലാസ് ടീച്ചറിന് കൊടുത്തു, നാളെ അവൻ നിനക്ക് തരത്തില്ലെന്ന് എന്തുകൊണ്ട് ഉറപ്പ്? ഷുഗറല്ല, പ്രഷർ. പുള്ളി ആരാ പുള്ളിയത്? ഇറങ്ങടാ ആനെ. ഇറങ്ങിപ്പോടാ കംസ. എന്റെ പൊന്നുമോനല്ലേ ഒന്ന് ഇറങ്ങിപ്പോ. മാമൻ ഇപ്പൊ പറഞ്ഞോടെ, മാമൻ എന്ത് വേണം മുമ്പിൽ സാധിച്ചു തരാം. ഒന്ന് ഇറങ്ങിപ്പോ. എന്തും സാധിച്ചു തരും. എന്റെ 5 സെന്റ് പുരയുടെ നിന്റെ പേര് ഞാൻ എഴുതി വെക്കാം തൽക്കാലം. പിന്നെ ചെറിയ ആഗ്രഹമുണ്ട്. എന്തുവാടാ? എനിക്ക് എന്റെ മാമന്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയാ മതി. നടു തളർന്ന് ബെൽറ്റിട്ട് ഞാൻ ഇവിടെ കിടക്കണം. അതാണ് ഈ കാവാലികന്റെ ആഗ്രഹം. ആടട്ടേന്ന് ഒരു തൊട്ടിൽ കെട്ടിയട്ടെ ഇവനെ നാനക്കണമെങ്കിൽ ഞാൻ വിളിക്കണം. 2 ലോഡിങ്ങുകാര്. ഇറങ്ങടാ. നീ ഒരു കാര്യം ഓർത്തു നോക്ക്,
നിന്റെ തൊടയുടെ കനവല്ല ഉള്ളൂ എനിക്ക്. പറയുന്നൊന്ന് കേക്കടാ, ഒന്നിറങ്ങി പോടാ. ഓ എന്റെ പൊന്നെ, ഇങ്ങനെ കടിച്ചു കയറാതെ. മുളിപ്പ് എന്ത് വേണം? പിടിച്ചിറക്കി വിട് ചേട്ടാ. സുധാകരൻ വലിച്ചടക്കട്ടെ. അവിടുത്തെ പിടിച്ചിറക്കി വിട്. കുഞ്ഞാണ് നോക്കത്തില്ല, മാമോടത്ത് വലിച്ചടയ്ക്കും. എടി ആ മോഹന്റെ നമ്പർ ഇരിപ്പുണ്ടോടി? അതാരാ ചേട്ടാ? ആ JCB ഡ്രൈവർ. പിന്നെ വലിച്ച് വെളി കളയട്ടെ. എനിക്ക് വേണ്ടി മാത്രമാണോ കുഞ്ഞ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യടി. ആകപ്പാട് 2 പൈന്റ് വെട്ടി കൊണ്ട് ആ കഥവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തല്ലി താർക്കല്ലോ. പോ അവിടുന്ന് അങ്ങോട്ട്. അയ്യോ ചേട്ടാ, കുഞ്ഞ് പോയില്ല. കുഞ്ഞ് പോയില്ലെങ്കിൽ ഞാൻ എന്താ വേണം? നിനക്ക് 1ാമത്തെ ആയിരിക്കും, എനിക്കിത് 3ാമത്തേതാ. പറഞ്ഞു കേട്ടല്ലോ കൊച്ചെ. അല്ല, കുഞ്ഞ് പേടിയാവില്ലേ? നീ ആടാ ഏരിയയിൽ ഏറ്റവും വലിയ കോക്കാച്ചി തലയാ. അവിടെ പ്ലൈവുട്ടി കിടന്ന് അടിക്കാറാ. പോടാ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ പോ. നീ നിന്റെ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. അവൻ കുറച്ചേരം മുട്ടിയിട്ട് അങ്ങ് പൊക്കോളും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കോമളം. എന്റെ സുധാകരേട്ടാ, ഇടയോരോ മാംസപുഷ്പം നഗ്നയ ഭൂമിയെ തട്ടുടുപ്പിക്കുക ഉടയാട നെയ്യും ഉണ്ടായിരുന്നൊരു കളവ് അടിച്ചളക്കി. അയ്യോ ആനക്കുട്ടിയെ പോലെ നിൽക്കുന്ന കേട്ടോ. എന്തുവാടാ? മാമോ എന്തോ എന്തുവാടാ? സുഖമാണോ? അതിനൊന്നും നീയൊന്നും അനുവദിക്കില്ലല്ലോ. സുഖമല്ലടാ, നിന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച സുധാകരൻ പോയിടി. അയ്യോ എന്റെ ചേട്ടൻ കിഡ്നി പോയി. അയ്യോ ചേട്ടാ, അയ്യോ ചെറുക്കാ, നിന്നെ എവിടെയൊക്കെ നോക്കിയടാ ഞാൻ. ഒരു സാധനം കൊണ്ടുവരുമ്പോ തിരിച്ചു പോകുമ്പോ എല്ലാം ഉണ്ടോ നോക്കണം. വിളിച്ചോണ്ട് പോ. അത് വല്ല സർക്കസിലും കൊണ്ടാക്കടാ. നിനക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും. അയ്യോ ചേട്ടാ, കഥകില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അതിരാത്രി ആഘോഷിക്കും? കഥകില്ല. മെച്ചപ്പെട്ട ഇല്ലെന്നും പറഞ്ഞ് ആരെങ്കിലും ആനപ്പുറത്ത് കയറാതിരിക്കുവോ? ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? കഥകില്ലെങ്കിൽ വേണ്ട, വെള്ളം കൊണ്ടുകൊണ്ട് സുധാകരൻ രാത്രി ആഘോഷിക്കും. വെള്ളമുണ്ടോ? ആദ്യമായിട്ടാണ് നോടി വെള്ളമുണ്ടെന്ന് കേൾക്കുന്നത്. അയ്യോ അല്ല. അല്ലല്ലോ, ലോക ചരിത്രത്തിൽ ആദ്യമായി വെള്ളം കൊണ്ടുകൊണ്ട് രാത്രി ആഘോഷിച്ചവൻ സുധാകരൻ. ഇനി അങ്ങനെ അറിയപ്പെട്ട മതിയടി എന്നെ. ഇതിന്റെയൊക്കെ പിന്നണിയിൽ ആരാന്നറിയാവോ? ആരേട്ടാ? എന്റെ അമ്മ കോഴിത്തലയിൽ പണി തന്നു. ഒന്നീ പിഴച്ച മൂന്നും പിഴയ്ക്കാൻ സുധാകരൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കോമളം. എന്റെ സുധാകരേട്ടാ, ഇവിടെയോരോ മാംസപുഷ്പവും ഇടയെ തേടും രാവിൽ നഗ്നയ ചേട്ടാ ചേട്ടാ തല്ലിക്കൊല്ലേ. അതെന്റെ ആങ്ങളയാ. എന്റെ ആങ്ങളാ. എന്നെ മനസ്സിലല്ലേ? ഞാനിവരെ ഒരേ ആങ്ങളാ. ഞങ്ങൾ ഇരട്ട വെച്ചതാ. ആഹാ, ചുമ്മാണ്. അപ്പൊ നിങ്ങൾ അമ്മ വെട്ടതല്ല? അതല്ലേ, അത് ടിൻസാണെന്ന്. നിന്റെ ടെൻസ് ഞാൻ കുത്തി കീറും. എന്തിനാണ് ഈ പച്ചപ്പരാത്രിക്ക് ഇങ്ങോട്ട് കയറി വന്നത്? സുധാരൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സുധാരൻ കല്യാണത്തിന് മുമ്പ് എന്റെ പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നല്ലോ. ഓ, 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്ന നിന്റെ ആങ്ങളാ. മണ്ഡപത്ത് നിറങ്ങിയപ്പോ സുധാകരൻ ഞാനൊരു മാല ഇട്ടെന്നില്ല, 5 പവന്റെ മാല. 5 പവനാണോ? ഇപ്പൊ ഓർമ്മയുണ്ട്. അളിയനെന്തിനാ ഇങ്ങോട്ട് വന്നത്? അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോന്ന്? കല്യാണത്തിന് നല്ല വിയർക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഞാനേ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇവള് എന്റെ ഓരോരോ പെങ്ങൾ എന്നോട് ചോദിച്ചു. ആണോ? അതിന് ഉത്തരം നൽകാൻ പറ്റില്ല അളിയ. കെട്ടിച്ചു വിടുന്ന സ്വന്തം ആങ്ങള നെഞ്ചു പൊട്ടുന്ന എന്ത് ചോദ്യമാണ് ചോദിച്ചത്? അതുകൊണ്ടല്ലേ അവൻ ഈ പച്ചപ്പരാത്രിക്ക് അതിന്റെ ഉത്തരം തേടി വന്നത്. ശരി ശരി ശരി, അത്യാവശ്യമായിട്ട്. ഒന്നും ഇല്ലല്ലോ. AC ഇല്ല. തറവാട്ടിലേക്ക് വന്ന കേട്ടോ. എടി, നീ ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി കാറിന്റെ അടുത്ത് വന്നപ്പോ നീ എന്തോ ആടി എന്നോട് പറഞ്ഞത്? 1000 സുന്ദരിമാർക്ക് ഒരു പാദസരം. ഒത്തിരി
ചോദിക്കാം. ചോദിക്ക്, ഒരമ്മമ്മ ചോദിക്ക്. പൗഡർ ഇട്ട് ചന്തയ്ക്ക് പോയി, എന്താ? അത് പിന്നെ 1000. ഇല്ല കുഞ്ഞമ്മ എവിടാ നാറി ഇവിടുന്ന്? ഇത്ര നാൾ എന്റെ വീട്ടുകാരെ കൊണ്ടായിരുന്നു ശല്യവും. ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കും ഓരോരുത്തന്മാര്. അവൻ എന്ത് കാര്യം ഉണ്ടെന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടൽ. ഈ പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാനും കയറി കാലിന്റെ കിഴിക്കട കോഴിയും പാറ്റി ഓടിഞ്ഞ അതോടെ 5 സ്റ്റാർ ഹോട്ടൽ. കൈ എഴുതുന്നിടത്തുനിന്ന് പ്രസവിച്ചിടുന്ന 8 ഞാവലി പട്ടിയായിട്ട് ഓട്ടിച്ചിട്ട് കടിക്കാൻ വന്നത്. എത്ര ഗുണമേട എത്ര പവന്റെ മാല അടിയാൻ തന്നത്? 5000 രൂപയുടെ മാല. 5000 രൂപയുടെ മാല മണ്ഡപത്തിന് ചൊറിയാൻ തുടങ്ങിയത് എന്റെ കഴുത്ത്. അറിയാവോ? ദാ നോക്ക്, പാമ്പ് പടം പൊടിക്കുന്ന നടക്കൂല എല്ലാം കിട്ടിയിരിക്കുന്ന കോലം കണ്ടോ? വേണ്ട, ഒന്നും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കോമളവും എന്റെ സുധാകരേട്ടാ. അയ്യോ ചേട്ടാ, നേരം വെളുത്തു പോയല്ലോ. അവിടെ പോഴുകൂ. ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന് നോക്കണേ. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തത് ചോദിക്കുക. എനിക്കെന്താണെന്നറിയാമേല ആദ്യ രാത്രി നടക്കാത്തത്. ഈ കഴിഞ്ഞ കഞ്ഞിമാസത്തെ ഒരു പറ്റിയ കല്ലെടുത്തെടുത്തായിരുന്നു. അതിന്റെ പ്രാക്ക് വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും ചേട്ടാ? ഇനിയിപ്പോ എന്തോ ചെയ്യുന്നോ? നേരം വെളുത്താലും വേണ്ടില്ല, ആദ്യ രാവിലെ ആഘോഷിക്കാം. അയ്യോ ചേട്ടാ, നേരം വെളുത്തു പോയില്ലേ? അതിനെന്താ കുഴപ്പം? ഇവിടെ അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നോടി? ഇവിടെ നേരം വെളുത്തെന്ന് പറഞ്ഞ് റബ്ബർ എസ്റ്റേറ്റ് കോളനിയിൽ കറക്റ്റ് മുഹൂർത്തത്തിനല്ലേ നമ്മൾ താലി കെട്ടിയത്. ആദ്യ രാത്രിക്കും ആദ്യ രാവിലേക്കും അങ്ങനെ രാഹുപോലെ ഒന്നും നോക്കാറില്ല. കൂട്ടുകാരികൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ കുറച്ചൊക്കെ കൈന്നിട്ട് പറഞ്ഞാൽ മതി. 12-ന് 1 മണിക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ ആഘോഷിച്ച് തിമിർത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാവിലെ ഇവിടെ സുവർണ നിമിഷങ്ങളാണ്. രാത്രി മാത്രമേ ഉള്ളൂ എനിക്ക് ശനി. രാവിലെ ആരും വരുത്തില്ല. എന്റെ കോമളം, എന്റെ സുധാകരേട്ടാ. എന്തുവാടാ അവിടെ? എന്തുവാ? എടാ സുധാര, നമ്മളെ അമ്മമ്മ മരിച്ചുപോയി. ദൈവമേ, രക്ഷപ്പെട്ട്. ആ തള്ളയുടെ ശല്യം ഇതോടെ തീർന്നല്ലോ. വിഷമിക്കണ്ട, അമ്മമ്മയുടെ ആഗ്രഹപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അടക്കാൻ. എന്താ? ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഇവിടെ വെച്ചാ? അപ്പൊ നീ ഇവിടെ വെച്ച് ചാക്കാന പുളി സഞ്ചിയാനം 16 അടിയന്തരം വരെ ഇവിടെ 3 ക്യാൻസൽ. വാലിടിച്ച് വെള്ളം കൂടിയടാ അടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാതെ. ഇതിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? ഒരു മരണം നടക്കാൻ എന്ത് എളുപ്പം, പക്ഷെ ഒരു ജനനം നടക്കാൻ എന്തു പാടാ.